ഇന്ന് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത്. ഒന്നല്ല, ശരിക്കും പറഞ്ഞാൽ രണ്ട് ടോപ്പിക്. ഇപ്പൊ റീസെന്റ് ഞാൻ എന്റെ ഡിമാറ്റ് അക്കൗണ്ട് നോട്ടിഫിക്കേഷനിൽ ഇങ്ങനെ കണ്ടു, റിലയൻസ് ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ പോവാണ്, അതുപോലെ തന്നെ ഡോക്ടർ റെഡ്ഡി സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പോവാണ് എന്നുള്ള കാര്യം. അപ്പൊ എനിക്ക് തോന്നി എന്തുകൊണ്ട് ഇതിനെപ്പറ്റി വീഡിയോ ചെയ്തുകൂടാ. എന്താണ് ബോണസ് ഷെയർസ്, എന്താണ് സ്റ്റോക്ക് സ്പ്ലിറ്റ്, ഇതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കുന്നത്. റാദർ ദാൻ ഡെഫിനിഷനെക്കാളും നമ്മൾ മനസ്സിലാക്കുന്നത് ആസ് എൻ ഇൻവെസ്റ്റർ എന്ന നിലയിൽ ഒരു കമ്പനി ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്തു അല്ലെങ്കിൽ ഒരു കമ്പനി സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്തു എന്ന് കേൾക്കുമ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്, അതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ബിഗിനർ ആണെങ്കിൽ ഒന്നുകൊണ്ട് പേടിക്കേണ്ട. ഐ മേക്ക് ദിസ് വീഡിയോ വെരി സിമ്പിൾ. ഓക്കെ, ഇനിയിപ്പോ നാളെ ഉറക്കത്തിന് വേണ്ടിയിട്ട് ചോദിച്ചപ്പോഴും നിങ്ങൾ പറയും എന്താണ് ബോണസ് ഷെയർസ്, എന്താണ് സ്റ്റോക്ക് സ്പ്ലിറ്റ് എന്നൊക്കെ. അപ്പൊ റെഡി അല്ലേ? ലെറ്റ്സ് സ്റ്റാർട്ട്. ആദ്യം നമ്മൾക്ക് ബോണസ് ഷെയർസ് എന്താണെന്ന് മനസ്സിലാക്കാം. ബോണസ് എന്ന വാക്ക് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് മനസ്സിലേക്ക് വരുന്നത്? ബോണസ്, ഒരു സന്തോഷം വരുന്നില്ലേ? ഹാപ്പിനെസ്, എന്തോ ഒന്ന് എക്സ്ട്രാ കിട്ടാൻ പോവാണെന്നുള്ള ഒരു പ്രതീതി ഇല്ലേ? അത് തന്നെയാണ് ബോണസ് ഷെയർസ്. ലെറ്റ്സ് ടേക്ക് എൻ എക്സാമ്പിൾ. അതായത് നിങ്ങളുടെ പിറന്നാളാണ്, നിങ്ങളുടെ കയ്യിൽ കുറെ ചോക്ലേറ്റ്സ് ഉണ്ട്. നിങ്ങൾ ഈ ചോക്ലേറ്റ്സ് എല്ലാം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. എന്നാലും നിങ്ങൾക്ക് ഗിഫ്റ്റ് തന്ന കുറച്ച് സുഹൃത്തുക്കളുണ്ട്, അവർക്ക് നിങ്ങൾ എക്സ്ട്രാ ചോക്ലേറ്റ്സ് കൊടുക്കുകയാണ്. അപ്പോൾ ഈ കൊടുക്കുന്ന നിങ്ങൾക്കും സന്തോഷം, ആ ഗിഫ്റ്റ് തന്ന ആർക്കും സന്തോഷം. ഇതേ സംഭവം നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് എടുക്കാം. അതായത് ഒരു കമ്പനി ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, മാർക്കറ്റിൽ അതിന്റെ ഷെയർസ് ഉണ്ട്, ആർക്ക് വേണമെങ്കിലും ഷെയർസ് വാങ്ങാം. എന്നാൽ ഈ കമ്പനിയുടെ ഷെയർസ് വാങ്ങിയ ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാവുമല്ലോ, അവർക്ക് കമ്പനി എക്സ്ട്രാ ഷെയർസ് അങ്ങോട്ട് കൊടുക്കുക. കമ്പനിക്ക് സന്തോഷം, ഷെയർ ഹോൾഡേഴ്സിന് സന്തോഷം. അതാണ് ബോണസ് ഷെയർസ്. സോ ഞാൻ വീഡിയോയിൽ ആദ്യം പറഞ്ഞൊരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ, റിലയൻസ് ഇപ്പം റീസെന്റ് ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്തു. 1:1 എന്ന റേഷ്യോയിലാണ് ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഒരു റിലയൻസ് ഷെയർ ഫ്രീ, 1:1 എന്ന് പറയുമ്പോൾ ഒരു റിലയൻസ് ഷെയർ ഫ്രീ ആയിട്ട് കിട്ടും. അപ്പൊ നിങ്ങളുടെ അടുത്ത് ഒരു 10 റിലയൻസ് ഷെയർ ഉണ്ടെങ്കിൽ എത്ര കിട്ടും? എത്ര എക്സ്ട്രാ റിലയൻസ് ഷെയർസ് കിട്ടും? 10 റിലയൻസ് ഷെയർ എക്സ്ട്രാ കിട്ടും. അപ്പൊ ടോട്ടൽ എത്ര? 20 റിലയൻസ് ഷെയർസ് അല്ലെ? അടിപൊളിയല്ലേ? അപ്പൊ നിങ്ങളിപ്പോ വിചാരിക്കുന്നത് കൊള്ളാലോ കളി, 20 റിലയൻസ് ഷെയർസ്. ഞാൻ എന്റെ അടുത്ത് ഇപ്പൊ ഇത്ര പൈസ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ 1,00,000 റിലയൻസ് ഷെയർസ് ഉണ്ട്. അപ്പൊ ബോണസ് ഷെയർസ് കിട്ടുന്ന സമയത്ത് എന്റെ മൊത്തം വില 2 ലക്ഷം ആവും അല്ലെ? എക്സ്ട്രാ കിട്ടല്ലേ? ഇവിടെയാണ് ഒരു ക്യാച്ച്. അതായത് ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ഷെയർസ് ഡബിൾ ആവുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ 1:1 ആണെങ്കിൽ ഉള്ള ഷെയർസിന്റെ ഡബിൾ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. 10 ഷെയർസ് ഉണ്ടെങ്കിൽ 10 എക്സ്ട്രാ കിട്ടും. അപ്പൊ നിങ്ങളുടെ ഷെയർ പ്രൈസ്, നിങ്ങൾ വാങ്ങിയ ഷെയറിന്റെ ഷെയർ പ്രൈസ് ബൈ 2 ആവും. ഓക്കെ, അപ്പൊ ടോട്ടൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഓഫ് ദ ഷെയർ റിമെയിൻസ് ദ സെയിം. അതായത് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്താണ്? നമ്പർ ഓഫ് ഷെയർസ് ഇൻടു മാർക്കറ്റ് പ്രൈസ്. അത് റിമെയിൻസ് ദ സെയിം. ഷെയർസിന്റെ എണ്ണം കൂടുമ്പോൾ അതിനനുസരിച്ച് ഷെയർ പ്രൈസ് കുറയും. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു വിഷമം വരും, അയ്യോ അത് ശരിയല്ല അല്ലേ? പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു കമ്പനി എപ്പോഴാണ് ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുക എന്നുള്ള കാര്യമാണ്. ഒരു കമ്പനിക്ക് പ്രോഫിറ്റ് കൂടുതൽ കിട്ടുന്ന സമയത്ത് കമ്പനി തീരുമാനിക്കുകയാണ് കുറച്ച് പ്രോഫിറ്റ് ഷെയർസ് ആയിട്ട് കൊടുക്കാം. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ബോണസ് ഷെയർസ് കിട്ടുന്നത്. അപ്പൊ നമ്മൾ എന്തായിരുന്നു മനസ്സിലാക്കേണ്ടത്? കൊള്ളാം, എന്റെ കമ്പനി പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് ബോണസ് ഷെയർസ് കിട്ടിയത്. അപ്പൊ ഇനിയും ഈ കമ്പനി വളരും, പിന്നെയും ഈ പൈസ പിന്നെയും കൂടും. അപ്പൊ ഇത് നമ്മൾക്ക് ഗുണമുള്ള കാര്യമാണ്. ഓക്കെ, ബോണസ് ഷെയർസ് കിട്ടുന്നത് ഒരിക്കലും നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പൊ നിങ്ങൾ ഇങ്ങനെ വിചാരിക്കുന്നുണ്ടാവും, എന്നാ പിന്നെ കമ്പനിക്ക് ഡിവിഡൻഡ് വന്നാൽ പോലെ ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യണോ? അപ്പൊ കമ്പനിക്ക് ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ വേറെയും കുറെ ഗുണങ്ങളുണ്ട് കമ്പനിക്ക്. അതെന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ വീഡിയോന്റെ അവസാനം. അതിനു മുന്നേ സ്റ്റോക്ക് സ്പ്ലിറ്റ് എന്താണെന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, എന്താണ് സ്റ്റോക്ക് സ്പ്ലിറ്റ്? ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ കയ്യിൽ ഒരു പിസ്സ ഉണ്ട്. ഓക്കെ, വലിയ പിസ്സ. അപ്പൊ ഒരാൾ വന്നിട്ട് ഈ പിസ്സ ഒരു 4 കഷ്ണാക്കി മാറ്റി. അപ്പൊ ഇപ്പോഴും നിങ്ങൾക്ക് പിസ്സ ഉണ്ടോ? ഫുൾ പിസ്സ നിങ്ങളുടെ അടുത്തുണ്ട്, പക്ഷെ അത് 4 കഷ്ണാണ്. ഓക്കെ, ഇനി ഇത് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് എടുക്കാം. നിങ്ങളുടെ അടുത്തൊരു 1000 രൂപ വില മതിക്കുന്ന ഒരു ഷെയർ സ്റ്റോക്ക് ഉണ്ട്. അത് കമ്പനി പറയാണ് ഞാൻ അങ്ങോട്ട് 4 ആക്കി സ്പ്ലിറ്റ് ചെയ്യണം. അപ്പൊ ഇപ്പൊ എത്ര ഷെയർസ് നിങ്ങളുടെ അടുത്തുണ്ട്? 4 ഷെയർസ്. അപ്പൊ ഓരോ ഷെയറിന്റെ വില എത്രയായിരിക്കും? കാൽക്കുലേറ്റ് ചെയ്യും. 1000 ഡിവൈഡ് ബൈ 4, 250. ഇപ്പൊ 250 റുപ്പീസിന് 4 ഷെയർസ് നിങ്ങൾക്കുണ്ട്. അപ്പൊ ഇതാണ് സ്റ്റോക്ക് സ്പ്ലിറ്റ്. അപ്പം ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഡോക്ടർ റെഡ്ഡി ഷെയർ റീസെന്റ് സ്റ്റോക്ക് സ്പ്ലിറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ വീഡിയോന്റെ ആദ്യം പറഞ്ഞ പോലെ 1:5 റേഷ്യോയിലാണ് ഡോക്ടർ റെഡ്ഡി ഷെയർസ് സ്പ്ലിറ്റ് ആയത്. അപ്പൊ എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഡോക്ടർ റെഡ്ഡിന്റെ ഒരു ഷെയർ 5 ഷെയർസ് ആയി മാറി. ഓക്കെ, അപ്പൊ അതിന്റെ മാർക്കറ്റ് പ്രൈസ് എന്താവും? ഡിവൈഡഡ് ബൈ 5 ആവും. ഓൾറൈറ്റ്, ഇനി എന്തിനാണ് കമ്പനി സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്യുന്നത്? ഒരു കോമൺ സെൻസിൽ നമ്മൾ ചിന്തിച്ചാൽ മതി. 1000 രൂപേന്റെ ഷെയർ ഓക്കെ 4ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഒരു ഷെയറിന് 250 രൂപ. അപ്പോൾ ആസ് എൻ ഇൻവെസ്റ്റർ നിങ്ങൾക്ക് എന്താണ് ഇതിനുള്ള ഗുണം? ഒരാളടുത്ത് 1000 രൂപ ഇല്ല, പക്ഷെ 250 രൂപയുണ്ട്. ഈ കമ്പനിയുടെ ഷെയർ വാങ്ങണം എന്ന് അയാൾക്ക് ഭയങ്കര ആഗ്രഹം. അപ്പൊ അയാൾക്ക് എന്ത് ചെയ്യാം? ഇത് പോയി വാങ്ങാം. കമ്പനിന്റെ ലിക്വിഡിറ്റി കൂടും, ട്രേഡിംഗ് ആക്ടിവിറ്റി കൂടും മാർക്കറ്റിൽ അല്ലേ? അപ്പം
കുറച്ചും കൂടി ആൾക്കാർക്ക് ഇത് അഫോർഡബിൾ ആയി. അതാണ് സ്റ്റോക്ക് സ്പ്ലിറ്റിലൂടെ നടക്കുന്നത്. ഇത് തന്നെയാണ് ബോണസ് ഷെയർസിൽ സംഭവിക്കുന്നത്. ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് കമ്പനിയുടെ ഷെയർ പ്രൈസ് കുറയല്ലോ. അപ്പം അവിടെയും ട്രേഡിംഗ് ആക്ടിവിറ്റി കൂടും, കൂടുതൽ ആൾക്കാർക്ക് അഫോർഡബിൾ ആവും, കൂടുതൽ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് അഫോർഡബിൾ ആവും. അപ്പം ഇതിന് വേണ്ടിയിട്ടാണ് ബേസിക്കലി ബോണസ് ഷെയർസും സ്റ്റോക്ക് സ്പ്ലിറ്റ് ഇഷ്യൂ ചെയ്യുന്നത് ഈ ഒരു റീസണും കൂടി വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്പർ 1 എന്ന് പറയുന്നത് അഫോർഡബിൾ ഫോർ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ്. റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് കൂടുതൽ അട്രാക്റ്റീവ് ആവും, അവർക്ക് വാങ്ങാൻ പറ്റുന്ന പൈസക്ക് കിട്ടും, അപ്പൊ അവർ വന്ന് വാങ്ങും. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഇറ്റ് ബൂസ്റ്റ് ദ ട്രേഡിംഗ് ആക്ടിവിറ്റി. ആൾക്കാർ കൂടുതൽ ഷെയർസ് വാങ്ങും വിൽക്കൊക്കെ ചെയ്യുന്ന സമയത്ത് ട്രേഡിംഗ് ആക്ടിവിറ്റി, ഈ മാർക്കറ്റിൽ ഈ ഷെയർസിന്റെ ട്രേഡിംഗ് ആക്ടിവിറ്റി കൂടും. ഓക്കെ, അപ്പം ആസ് എ ഇൻവെസ്റ്റർ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബോണസ് ഷെയർസ് നമുക്ക് കിട്ടുന്ന സമയത്ത് ലോങ് ടേം ഇൻവെസ്റ്റർ എന്ന നിലയിൽ നമ്മൾ മനസ്സിലാക്കണം ഇതിന്റെ കമ്പനിയുടെ പോപ്പുലാരിറ്റി കൂടാൻ പോവാണ്, കമ്പനിക്ക് ഒരുപാട് പ്രോഫിറ്റ് ഉണ്ട്, പ്രോഫിറ്റ് കിട്ടുന്നതുകൊണ്ട് കമ്പനി ബോണസ് ഷെയർസ് ഇഷ്യൂ ആണ്. ആൻഡ് ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ കമ്പനിക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൂടുതൽ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് വന്ന് വാങ്ങും, കൂടുതൽ ട്രേഡിംഗ് ആക്ടിവിറ്റി നടക്കും മാർക്കറ്റിൽ. ഓക്കെ, അപ്പോൾ കമ്പനിക്ക് സന്തോഷം, ഈ ബോണസ് ഷെയർസ് കിട്ടുന്ന ആൾക്ക് സന്തോഷം. ഇനി സ്റ്റോക്ക് സ്പ്ലിറ്റ് എന്ന് പറയുന്ന സമയത്ത് മനസ്സിലാക്കേണ്ടത് സ്റ്റോക്ക് സ്പ്ലിറ്റ് ഈസ് സോൾലി ഫോർ മേക്കിംഗ് അഫോർഡബിൾ ടു റീറ്റെയിൽ ഇൻവെസ്റ്റർ. കമ്പനിക്ക് ഇതിന്റെ ലിക്വിഡിറ്റി കൂട്ടണം, ഈ ഷെയറിന്റെ ലിക്വിഡിറ്റി കൂട്ടണം, ആൾക്കാർ കൂടുതൽ വന്ന് വാങ്ങണം, അപ്പൊ കമ്പനി സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്യും. ഓക്കെ, അതിനാണ് മെയിൻലി കമ്പനി സ്റ്റോക്ക് സ്പ്ലിറ്റ് ഇഷ്യൂ ചെയ്യുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ബോണസ് ഷെയർസ് എന്താണ്, സ്റ്റോക്ക് സ്പ്ലിറ്റ് എന്താണ്, എന്തിനാണ് ഇത് മാർക്കറ്റിൽ കമ്പനീസ് ഈ ഒരു ആക്ഷൻസ് ചെയ്യുന്നത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആൻഡ് ആസ് എൻ ഇൻവെസ്റ്റർ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഒന്നും ചെയ്യണ്ട, വെറുതെ ഇരുന്നാൽ മതി. ഞാൻ പറഞ്ഞു ബോണസ് ഷെയർസ് കിട്ടുമ്പോൾ സന്തോഷിക്കുക. സ്റ്റോക്ക് സ്പ്ലിറ്റ് നടക്കുന്ന സമയത്ത് ഇതുകൊണ്ടാണ് സ്റ്റോക്ക് സ്പ്ലിറ്റ് നടക്കുന്നത്, കൂടുതൽ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് വരും, ഇനിയും ഇതിന്റെ ട്രേഡിംഗ് ആക്ടിവിറ്റി കൂടും, നല്ല കമ്പനിയാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് അതിന്റെ മാർക്കറ്റ് പ്രൈസ് പിന്നെയും കൂടും. ഓക്കെ, അപ്പം ആ ഒരു ഇതിൽ നമ്മൾ മനസ്സിലാക്കി ഒന്നും ചെയ്യണ്ട. 5 സ്റ്റാർ പരസ്യത്തിൽ പറയുന്ന പോലെ നിങ്ങൾ ഒന്നും ചെയ്യണ്ട, വെറുതെ ഇരുന്നാൽ മതി. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഇതിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഇത്തരം കോർപ്പറേറ്റ് ആക്ഷൻസ് നടക്കുന്ന സമയത്ത് നമുക്ക് മെയിൽ വരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ റിലയൻസിന്റെ മെയിൽ എനിക്ക് ഇങ്ങനെയാണ് വന്നത്, കമ്പനി 1:1 റേഷ്യോയിൽ ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നുണ്ടെന്നൊരു മെയിൽ വന്നു. അതുപോലെ തന്നെ ഡോക്ടർ റെഡ്ഡി ഷെയർ സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്യാമെന്ന് വന്ന് മെസ്സേജ് വന്നപ്പോൾ ഇങ്ങനെയാണ് വന്നത്, 1:5 വന്ന് യൂഷ്വലി മെയിൽ വരാറില്ല. മെയിൽ വന്നത് ഫേസ് വാല്യൂ ₹5 ചേഞ്ചസ് ടു ₹1, ഫേസ് വാല്യൂ ₹5 ചേഞ്ചസ് ടു ₹1 എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഓക്കെ, അപ്പം യൂഷ്വലി സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് കമ്പനിയുടെ ഫേസ് വാല്യൂ കൂടി മാറും. ബോണസ് ഷെയർസിൽ കമ്പനിയുടെ ഫേസ് വാല്യൂ മാറില്ല, ബട്ട് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ റിമെയിൻസ് ദ സെയിം. ഓക്കെ, രണ്ട് കേസിലും കോർപ്പറേറ്റ് ആക്ഷനിലും കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ റിമെയിൻസ് ദ സെയിം. ഓൾറൈറ്റ്, അപ്പം ഇതൊക്കെ നമ്മൾ പഴയ വീഡിയോയിൽ നമ്മൾ മുന്നേ ചെയ്ത വീഡിയോയിലൊക്കെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്താണ്, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ഫേസ് വാല്യൂ എന്താണ്, ഇതൊക്കെ നമ്മൾ പണ്ട് ചെയ്ത വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും പഴയ വീഡിയോസ് ഒക്കെ ഒന്ന് പോയി നോക്കുക. ഓൾറൈറ്റ്, അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കമന്റ് ചെയ്യാം. നമുക്ക് അടുത്ത വീഡിയോയിൽ വേറൊരു ടോപ്പിക് ആയിട്ട് വരാം. ടേക്ക് കെയർ.